ദുരിതം പെയ്തിറങ്ങിയ വയനാടിന് കൈത്താങ്ങുമായി പുന്നപ്ര 220 kV സബ്സ്റ്റേഷനിലെ ജീവനക്കാർ രംഗത്ത്. തങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ ഉപേക്ഷിച്ചാണ് ആഘോഷത്തിനായി മാറ്റിവെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. എച്ച് ഇസ്ലാം MLA DD ഏറ്റുവാങ്ങി. ഓണാഘോഷ പരിപാടിക്കായി മാറ്റിവെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി KSEB സബ്സ്റ്റേഷൻ മാതൃകയായി. ആലപ്പുഴ പുന്നപ്രയിലെ 220 kV സബ്സ്റ്റേഷൻ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് ദുരിതം വിതച്ച വയനാടിന്റെ പുനരുദ്ധാരണത്തിനായി തങ്ങളാൽ കഴിയും വിധം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വേറിട്ട മാതൃക തീർത്തത്. സബ്സ്റ്റേഷൻ ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നോബി തോമസ് എച്ച് സലാം MLAക്ക് DD കൈമാറി. ഗവൺമെന്റ് ഔദ്യോഗിക തീരുമാനം വരും മുൻപ് തന്നെ ഇങ്ങനൊരു കാര്യം ചെയ്യണം എന്നൊരു മനസ്സ് നിങ്ങൾക്കുണ്ടായി എന്ന കാര്യം പ്രത്യേകമായി അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇത്തരം കാര്യം തീരുമാനിച്ചാൽ പോലും അതിനെയും നെഗറ്റീവായി പറയുന്നൊരു കാലം കൂടിയാണ് നമ്മുടെ നാട്ടിൽ. ഒരു മാനുഷികമായൊരു ചിന്തയൊന്നുമില്ലാതെ പലപ്പോഴും അത്തരം കാര്യങ്ങൾ നമ്മൾ ചുറ്റും കാണാം. വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ ഒരു ആഴം മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ഒരിക്കലും മനസ്സിങ്ങനെ ഇപ്പോഴും പാകപ്പെടാത്തൊരു ദുരന്തമാണ്. ഇപ്പോഴും കുറച്ചുപേരെ കണ്ടുകിട്ടിയിട്ടില്ല, ഉറ്റബന്ധുക്കളായവരെ കണ്ടുകിട്ടിയിട്ടില്ല. ഇന്നലെ ഒരു അപകടത്തിൽ മരണപ്പെട്ട പയ്യൻ ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ട് അവശേഷിച്ചവരിൽ നിന്നൊരാൾ. സ്റ്റാഫ് സെക്രട്ടറി LC ബൈജു, ചീഫ് കോർഡിനേറ്റർ ഫൈസൽ അഹമ്മദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ജയശ്രീ പുഷ്പരാജ്, M ദിനിൽ തുടങ്ങിയവർ സംസാരിച്ചു.